ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. പ്രഭയായി നനച്ചതെല്ലാം നഗരം നഗരം മഹാസാഗരം എന്ന് നീട്ടിപ്പറഞ്ഞ സിനിമ ഏതായാലും അല്ലെങ്കിൽ കഥാപാത്രം ആരായാലും ഈ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തുക ആ വാക്യമാണ്. ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി കാൻ ചലച്ചിത്രമേളയുടെ ചുവന്ന പരവതാനിയിൽ തിളങ്ങിയ ഈ ചിത്രം ഒരു ഫെസ്റ്റിവൽ മൂഡ് ചിത്രമാണ് എന്ന കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ. ഒരു കലാപരമായിട്ടുള്ള ദൃശ്യഭാഷയെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം തീർച്ചയായും തൃപ്തിപ്പെടുത്തുക തന്നെ ചെയ്യും. സംവിധായിക പായൽ കപാഡിയെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണങ്ങളും രചിച്ചിട്ടുള്ളത്. ദൃശ്യഭാഷ പോലെ തന്നെ ചിത്രത്തിന്റെ അകക്കാമ്പായി നിലനിൽക്കുന്നത് അതിന്റെ കഥ പറയുന്ന സവിശേഷമായ രീതിയാണ്, അല്ലെങ്കിൽ നരേറ്റീവ് പാറ്റേൺ ആണ്. ആരോ എഴുതിവിട്ട അമ്പുകൾ പോലെ നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ പെട്ടുപോകുന്ന മനുഷ്യ കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് സാധാരണക്കാരായ കുറച്ച് മനുഷ്യരെ കണ്ടെടുക്കുകയാണ് സംവിധായക ചെയ്തിട്ടുള്ളത്. മുംബൈ പോലെ തീർത്തും ഹെക്ടിക് ആയിട്ടുള്ള ഒരിടത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന രണ്ട് മലയാളി നഴ്സുമാരുടെ ജീവിതത്തിന്റെ തുറന്ന വിലയിരുത്തലാണത്. അല്ലെങ്കിൽ പെൺകാമനകളുടെ അതിരില്ലാത്ത ലോകം കാണിച്ചു തരികയാണ്. ഇത്തരത്തിലൊരു സിനിമ അവതരിപ്പിച്ചു വെക്കുമ്പോൾ തന്നെ അതില് കോൺട്രഡിക്റ്ററി ആയി നിൽക്കുന്ന കഥാപാത്ര സവിശേഷതയുമുണ്ട്. അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിന്റെ സുഖങ്ങളെയെല്ലാം ത്യജിച്ച് നിത്യവൃത്തികളിൽ ഏർപ്പെടുന്ന പ്രഭയും അതിന് നേർവിപരീതമായിട്ട് ജീവിത സുഖങ്ങളെ അല്ലെങ്കിൽ മാംസനിബദ്ധമായിട്ടുള്ള പ്രണയത്തെ പുണരുന്ന അനുവും. ഈ ഒരു ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം എടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ സവിശേഷമാക്കി നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം എന്നത് കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗിന് വേണ്ടിയിട്ട് സംവിധായിക അല്ലെങ്കിൽ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ചിലവഴിച്ചിട്ടുള്ള സമയത്തെ കുറിച്ച് വ്യക്തമായി ബോധ്യം നൽകുന്ന പ്രകടനങ്ങളാണ് നടന്മാരുടെ ഭാഗത്തു നിന്നും ഈ സിനിമയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തെ മുഴുനീളം കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് നയിക്കുന്നത് കനി കുസൃതിയും ദിവ്യപ്രഭയും അഭിനയിച്ച പ്രഭയും അനുവുമാണ്. ഈ പ്രഭയുടെയും അനുവിന്റെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ കോൺട്രഡിക്ഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ വ്യത്യസ്തമായ വിലയിരുത്തലാണ് സിനിമയുടെ ഗതി എന്ന് പറയുന്നത്. ഇവരുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കനി കുസൃതിയും ദിവ്യപ്രഭയും അവരുടെ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ള പ്രോജക്റ്റുകളിലെല്ലാം എങ്ങനെയാണ് അഭിനയിച്ചിട്ടുള്ളത് എന്ന് കണ്ടു പരിചിതരായിരുന്നു നമ്മൾ മലയാളി പ്രേക്ഷകർ എന്നത്. അവരുടെ മുൻകാലങ്ങളിലെ അഭിനയത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി മറ്റൊരു ശൈലിയിൽ ഇതുവരെ അവർ ടച്ച് ചെയ്യാത്ത തരത്തിലുള്ള ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ തീർത്തും വ്യത്യസ്തരായ മനുഷ്യരായിട്ട് അവർ പരിണമിക്കുകയാണ് സിനിമയിൽ ഉടനീളം എന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഛായ കദമിന്റെയും ഹൃദു ഹറൂണിന്റെയും അസീസ് നെടുമങ്ങാടിന്റെയും വേഷങ്ങൾ. അതിനെല്ലാം സവിശേഷമായ ഒരു സൗന്ദര്യം നിലനിൽക്കുന്നുണ്ട്. ഈ വേഷങ്ങൾക്കെല്ലാം ഈ കഥാപാത്രങ്ങൾക്കെല്ലാം അവരുടേതായ കഥ പറയുവാനുണ്ട് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അനു തന്റെ കാമുകനുമായിട്ട് സന്ധിക്കുന്നത് അല്ല എങ്കിൽ അയാളുമായിട്ട് രതിയിൽ ഏർപ്പെടുന്നത് എല്ലാം തുറസായിട്ടുള്ള പ്രകൃതിയുടെ തുറസായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ്, അല്ലെങ്കിൽ നിഗൂഢതകളിൽ വെച്ചാണ്. അത്തരത്തിൽ അനു സ്വന്തം പ്രണയത്തെ വാരിപ്പുണരുമ്പോൾ പ്രഭയാകട്ടെ അകലത്തുള്ള സ്വന്തം ഭർത്താവിന്റെ ഓർമ്മയിൽ തന്നെയാണ് കഴിയുന്നത്. ഒരു സാഹചര്യത്തിൽ ഹോസ്പിറ്റലിലെ ഒരു താൽക്കാലിക ജീവനക്കാരനായി എത്തുന്ന ഡോക്ടർ മനോജിന് പ്രഭയോട് തോന്നുന്ന ഒരു താല്പര്യമുണ്ട്. ആ ഒരു താല്പര്യത്തെ മനഃപൂർവ്വമായി തന്നെ പ്രഭ ഉപേക്ഷിക്കുന്നുണ്ട്. എന്നിട്ടും അവൾ സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ടുള്ള ആ കാത്തിരിപ്പിൽ അല്ലെങ്കിൽ അയാളുടെ അസാന്നിധ്യം നൽകുന്ന നിരാശയിലാണ് കഴിഞ്ഞു പോകുന്നത്. ജർമ്മനിയിലുള്ള തന്റെ ഭർത്താവ് മുംബൈയിലെ പ്രഭയുടെ അപ്പാർട്ട്മെന്റിലേക്ക് അവൾക്കു വേണ്ടി അയച്ചു കൊടുക്കുന്ന ഒരു ജർമ്മൻ മെയ്ഡ് റൈസ് കുക്കർ ഉണ്ട്. ഏകാന്തതയുടെ ഏറ്റവും വലിയ കടലിൽ ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടതുപോലെ തന്റെ ജീവിതം ആൾത്തിരക്കുകൾക്കിടയിൽ മുംബൈയുടെ നിത്യമായിട്ടുള്ള തിരക്കുകൾക്കിടയിൽ കഴിച്ചുകൂട്ടുന്ന പ്രഭയെ സംബന്ധിച്ചിടത്തോളം ആ റൈസ് കുക്കർ എന്നത് ഒരു വലിയ കച്ചിത്തുരുമ്പാണ്, ഒരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ തന്നെ തന്റെ ഭർത്താവ് പരിഗണിക്കുന്നുണ്ട് എന്നൊരു തോന്നലാണ് ആ റൈസ് കുക്കർ പ്രഭയ്ക്ക് നൽകുന്നത്. രാത്രിയുടെ നിദ്രയില്ലാത്ത ഏതോ യാമങ്ങളിൽ എഴുന്നേറ്റ് ആ റൈസ് കുക്കറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പ്രഭ. ഇതിലെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് പ്രഭയുടെ കഥാപാത്രത്തിന്റെ സ്റ്റിഫ്നെസ്സിന് അപ്പുറം അല്ലെങ്കിൽ അവതരിപ്പിച്ചു വെച്ചിട്ടുള്ള ആ ഒരു കടുപ്പത്തിനേക്കാളും അപ്പുറം അങ്ങേയറ്റം ലോലയായ
അങ്ങേയറ്റം മൃദുവായിട്ടുള്ള ഒരു പെൺ ഹൃദയം പ്രഭയ്ക്കുണ്ട് എന്ന വെളിച്ചത്ത് വരികയാണ്. അല്ല എങ്കിൽ പ്രഭയുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലിന്റെ തീവ്രത, അതിന്റെ കനം അതേപടി അവതരിപ്പിക്കുകയാണ് സംവിധായകൻ ചെയ്തിട്ടുള്ളത്. പാർവതി എന്ന സിനിമയിലെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥാപാത്രം മുംബൈയിലെ നഗര ജീവിതത്തിന് ഇടവേള നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വിരാമം കുറിച്ചുകൊണ്ട് കടൽ തീരത്തുള്ള തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ അവർക്കൊപ്പം അല്ലെങ്കിൽ അവരെ യാത്രയാക്കുവാൻ വേണ്ടി പ്രഭയും അനുവും കൂടെ ചെല്ലുന്നു. ഈ ഒരു പരിസരത്ത് വെച്ചാണ് കടൽ തീരത്ത് നിന്ന് സ്വന്തം ഭർത്താവിനെ കണ്ടുകിട്ടുന്നതായിട്ട് പ്രഭ സങ്കല്പിച്ചു പോകുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അനു ഈ ഒരു കടൽ തീര പ്രദേശത്ത് വെച്ചാണ് ഷിയാസുമായിട്ട് ഒരു ഗുഹയിൽ വെച്ച് ഇണചേരുന്നത്. ഇതിലെല്ലാം വ്യക്തമാകുന്നത് നഗരം വിട്ട് ഗ്രാമത്തിലേക്ക് ചേക്കേറുമ്പോൾ മനുഷ്യർ അവരുടെ സന്തോഷത്തിലേക്ക് കുറെ കൂടി അടുക്കുകയാണ്. സ്വന്തം ജീവിത ആസക്തിയെ കുറിച്ച് അവർ കുറെ കൂടി ബോധ്യമുള്ളവരാവുകയാണ്. യന്ത്രവൽകൃതമായ ഒരു ലോകത്തിനും അപ്പുറം മനുഷ്യ ജീവിതം സാധ്യമാക്കുന്നത് ഗ്രാമത്തിലാണ് എന്നൊരു ഉൾക്കാഴ്ചയാണ് ഇത്തരത്തിലുള്ളൊരു പരിണാമത്തിൽ സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. സെല്ലുലോയിഡ് ഫിലിമിലാണോ ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നി മട്ടിലായിരുന്നു പല ഷോട്ടുകളുടെയും നിർമ്മിതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും വലിയൊരു വൈഡ് ആംഗിൾ ഷോട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പിന്റെ ഷോട്ടുകളെയൊക്കെ അവതരിപ്പിച്ച് വെക്കുമ്പോഴുള്ള ആ ഒരു പഴയ ഒരു വിന്റേജ് കാലഘട്ടത്തിന്റെ ഓർമ്മയാണ് എന്നിലേക്കുണ്ടായത്. അത്തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു രംഗാവതരണം സിനിമോട്ടോഗ്രാഫറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് ബോധമായിട്ട് ചെയ്തതാണോ എന്നൊരു സംശയമുണ്ട്. സ്റ്റാറി നൈറ്റ്, വാൻഗോഗിന്റെ സ്റ്റാറി നൈറ്റ് പോലുള്ള ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പല രംഗങ്ങളും ഈ സിനിമയിലും കാണാൻ സാധിക്കും. മനോഹരമായ ഒരു പെയിന്റിംഗ് പോലെ പല ഷോട്ടുകളും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. രൺബീർ ദാസ് ആണ് സിനിമയുടെ സിനിമോട്ടോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത്. തിരക്കുകളിൽ സ്വന്തം ജീവിത മോഹങ്ങളെ ചേർത്ത് പിടിക്കാൻ പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ ഉള്ളിൽ ഈ ഒരു ചിത്രം ഒരു നേർത്ത പോറൽ വീഴ്ത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങളിൽ എത്ര പേർ ഈ ചിത്രം കണ്ടിട്ടുണ്ട്? സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് തിയേറ്ററുകളിൽ മാത്രമാണ് ചിത്രം ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത്. നിങ്ങളിൽ ഈ ചിത്രം കണ്ടിട്ടുള്ളവരും കാണാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും അമർത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.